വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ എപ്പിസോഡിന് ചില പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ പാസ്റ്റർ ഡേമിയൻ അദ്ദേഹത്തിൻ്റെ പുതിയ മെസ്സേജ് സീരീസ് ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ കടന്നു കയറ്റം എന്ന ആ മെസ്സേജ് സീരീസ് ആരംഭിക്കുകയാണ്. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. എത്ര പേർ പ്രാപിക്കുവാൻ തയ്യാറാണ്? ഈ സമയത്ത് ലൈവ് ചാറ്റിൽ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും പരസ്പരം വെൽക്കം ചെയ്യാം. നമുക്കെല്ലാവർക്കും തയ്യാറെടുക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മധ്യേ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ചില സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് 1-2 കോ സ്പോൺസേഴ്സാണ് ഉള്ളത്. വർക്കലയിൽ നിന്ന് അമ്മണി സിസ്റ്റർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അമ്മണി സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. മകൾ അഞ്ജുവിൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ മകളുടെ എക്സാം പാസ്സാകുവാനും ജോലി പെർമനൻ്റ് ആകുവാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ മകൾ മഞ്ജുവിൻ്റെ സ്വർണം തിരികെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വലിയൊരു അത്ഭുതം ഈ കുടുംബത്തിൻ്റെ ലൈഫിൽ അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കോ സ്പോൺസർ ഉള്ളത് കണ്ണൂരിൽ നിന്ന് ശില്പ സിസ്റ്ററാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ശില്പ സിസ്റ്റർ അനുഗ്രഹിക്കുന്നു. ആ PhD പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുവാനും കർത്താവെ ആ PhD പൂർത്തീകരിക്കുവാനും കർത്താവ് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തലമുറകളെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ 2 സ്പോൺസേഴ്സിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ്. ഇത് സ്പോൺസർ ചെയ്തതിന് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ, നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ മെസ്സേജ് സീരീസാണ് ആരംഭിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യട്ടെ. ഈ ആഴ്ച ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിക്ക് വലിയൊരു സ്പെഷ്യൽ വീക്കാണ്. കാരണം ഈ ആഴ്ചയാണ് നമ്മുടെ യൂത്ത് കോൺഫറൻസ്, യൂത്ത് റിവൈവൽ 2025 നടക്കുന്നത്. സോ അതിനുവേണ്ടി എല്ലാ യുവാക്കളെയും, അപ്പോൾ തന്നെ കൗമാരപ്രായമുള്ള വ്യക്തികളെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള വ്യക്തികൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് കുറിച്ച് വെക്കുക. അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ QR കോഡ് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇതിൻ്റെ ഭാഗമായി തീരാം. സോ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് എൻകൗണ്ടർ നൈറ്റ് ഉണ്ടായിരിക്കും. രാത്രി 7 മണി മുതൽ 12 മണി വരെ ഉള്ള ടൈമിൽ എൻകൗണ്ടർ നൈറ്റ്. സോ അതിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നൊരു പുതിയ മെസ്സേജ് സീരീസ് ആരംഭിക്കുകയാണ്. ആൻഡ് എനിക്കൊരു കാര്യം അറിയാം, ഇത് തീർച്ചയായും ഇത് കേൾക്കുന്ന ആരുടെയൊക്കെ അടുക്കൽ ഈ മെസ്സേജ് എത്തും, അവരുടെ എല്ലാം ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉളവാക്കാനുള്ള പൊട്ടൻഷ്യൽ ഈ മെസ്സേജ് സീരീസിന് ഉണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ UK US മിഷൻ ട്രിപ്പിന് ശേഷം തിരിച്ചു വന്നത്. തിരിച്ച് വന്നപ്പോൾ കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നൊരു വചനമാണ്, ക്രിസ്തുയേശുവിൽ എല്ലായിടത്തും ജയോത്സവമായി ഞങ്ങൾ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഞാനിട്ടു. കാരണം ഓരോ മിഷൻ ട്രിപ്പിന് ശേഷവും തിരിച്ചു വരുമ്പോൾ, മിനിസ്ട്രി ട്രിപ്പിന് ശേഷം തിരിച്ചു വരുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, കർത്താവ് തന്ന ജയം, ക്രൂശിൽ കൊണ്ടാടിയ ജയത്തിൻ്റെ ഉത്സവം നമ്മളിപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, ഓരോ ശുശ്രൂഷയിലും പൈശാചിക ശക്തികൾ പരാജയപ്പെടുന്നതും, ജനങ്ങൾ വിടുവിക്കപ്പെടുന്നതും, ജനങ്ങൾ പണിയപ്പെടുന്നതും, ഉണർവിൻ്റെ സ്ഫുലിംഗങ്ങൾ പടരുന്നതും, രോഗസൗഖ്യങ്ങൾ നടക്കുന്നതും, സഭകൾ പണിയപ്പെടുന്നതും, സഭകളെ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് മിസ്റ്റീരിയസ് വേയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഞാൻ പറയാൻ വന്നത്, ഈ മിഷൻ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങൾ US നെഹമ്യായിട്ട് പോകുന്നത്.
അപ്പോൾ അതിനു മുമ്പ് UK പല പ്രാവശ്യം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ നയമായിക്ക് ഇപ്പോഴാണ് US വിസ റെഡിയായി ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ഇടയായത്. പോകുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആ ടേബിളിൽ ഇരിക്കുകയാണ്. ഞാനും ഷമാ സിസ്റ്ററും അപ്പുറം ഇരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആരാഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ്, ഈ മിഷൻ ട്രിപ്പിൻ്റെ ഫോക്കസ് എന്താണ്? ദൈവം നിയോഗം തരാതെ എന്തെങ്കിലും മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അകത്തിങ്ങനെ ചോദിക്കുക, മിക്കവാറും ഇതുപോലെ എല്ലാ ട്രിപ്പുകളും ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്താണ് കർത്താവ്, എന്താണ് കർത്താവ്? ഇതിനു മുമ്പ് ഒരു വർഷം UK പോയപ്പോൾ കർത്താവ് പറഞ്ഞു, ക്യാച്ച് ദ ഫയർ, അതാണ് തീം. അതുകൊണ്ട് അന്ന് മുതൽ അന്നത്തെ ആ ക്യാച്ച് ദ ഫയർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ അവിടെ ഡോക്ടർ ജോൺ, ഞങ്ങൾ ഡോക്ടർ സാം എന്ന് വിളിക്കുന്നത്, അദ്ദേഹവും അവിടെയുള്ള ദൈവമക്കളും ഇന്ത്യയിൽ നിന്ന് പോലും പലരെയും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ക്യാച്ച് ദ ഫയർ ഡെയിലി പ്രയർ നടന്നുകൊണ്ടിരിക്കുക. അന്നൊരു ക്യാമ്പിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സമ്മർ ക്യാമ്പായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് പ്രാവചനിക ശബ്ദം ശക്തമായി വന്നത്, UK തീപിടിക്കുന്നു. അങ്ങനെയാണ് അന്ന് തന്നെ എൻ്റെ പേരെല്ലാം മാറ്റി. അതിന് ശേഷം ഇതുവരെ അത് തുടരുന്നു. മാത്രമല്ല ഈ ടൈം സ്ലോട്ടിനിടയിൽ UK ഭയങ്കര റിവൈവൽ നടന്നുകൊണ്ടിരിക്കുക. UK യൂറോപ്പിലും ഭയങ്കരമായ മൂവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഒരു വലിയൊരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ UK വേണ്ടി കർത്താവ് ഉപയോഗിക്കും, പ്ലസ് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒരു കാലത്ത് നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി പുറത്തുനിന്ന് രാജ്യങ്ങളുള്ള മിഷണറിമാർ, അതുപോലെ ഹീലിംഗ് ക്രൂസൈഡിൽ ശുശ്രൂഷിക്കുന്നവർ, ചർച്ച് പ്ലാന്റിങ് നടത്തുന്നവരൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വിതച്ചൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി സ്വീകരിച്ചു, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. എപ്പോൾ തുടങ്ങിയത്? AD 52 തോമസ് ലീഹ ഇങ്ങോട്ട് വന്നപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. എന്നാൽ ഇനി നമ്മൾ ഒത്തിരി സ്വീകരിച്ചു. ഇവിടെ ഇന്ത്യൻ സഭയെ കർത്താവ് ഇത്രത്തോളം എത്തിച്ചു. ഇനി നമ്മൾ ഇതൊരു പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട്, അഥവാ ഭാരതത്തെ ഒരു പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളെ സെർവ് ചെയ്യേണ്ട, ശുശ്രൂഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്, തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ പറയാൻ വന്നത്, ഓരോ ട്രിപ്പിലും കർത്താവ് ഇങ്ങനെ ഓരോ ഫോക്കസ് തരും. ഈ പ്രാവശ്യം കർത്താവ് വളരെ ശക്തമായി ഉള്ളിൽ സംസാരിച്ചു, ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം. ഇതിൻ്റെ ഉള്ളിൽ ആത്മാവിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ കേൾക്കുന്ന അതേ നിമിഷം എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒഴുകാൻ തുടങ്ങി, കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ദൈവിക സ്പർശനം നമുക്കറിയാമല്ലോ, നമുക്കെല്ലാം ഉണ്ട്. വചനം സംസാരിക്കുമ്പോൾ, പ്രവചന ദൂതുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് കരച്ചിൽ വരും. ദുഃഖത്തിൻ്റെ അല്ല, സന്തോഷം കൊണ്ടും ദൈവിക സ്പർശനത്താൽ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് സ്പർശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ടച്ച് ചെയ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോഡിയുടെ പ്രതികരണമാണ്. എനിവേ, ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ, അതാണ് എനിക്ക് കർത്താവിൽ നിന്ന് ഞാൻ കേട്ട ദൂത് അല്ലെങ്കിൽ ഫോക്കസ്. അതിനുശേഷം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ദൂതുകൾ തരാൻ തുടങ്ങി, അതിനൊരു മെസ്സേജ് തരാൻ തുടങ്ങി. അതിൻ്റെ ഡൗൺലോഡിങ് ഇങ്ങനെ പോകുന്ന വഴിയിൽ, ഫ്ലൈറ്റിൽ വെച്ചൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ പോയ എല്ലാ സിറ്റികളിലും, 10ഓളം സ്ഥലത്ത് ഞങ്ങൾ ശുശ്രൂഷിച്ചു, 10ഓളം സിറ്റികളിൽ ശുശ്രൂഷിച്ചു. അവിടെയെല്ലാം ഒറ്റ ഫോക്കസ് ആയിരുന്നു, ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ. ഇതിനു മുമ്പ് അങ്ങനെയല്ല. ഇതിനു മുമ്പ് നോർമലി നമ്മൾ പോകുന്ന സമയത്ത് പല പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ആ സമയത്തെ പ്രേരണ അനുസരിച്ച് പല പല മെസ്സേജുകളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ലൈഫിൽ ആദ്യമായി എല്ലായിടങ്ങളിലും ഒറ്റ ഫോക്കസ്. എന്നാൽ ഓരോ സ്ഥലത്ത് ശുശ്രൂഷിച്ചതും ഡിഫറെൻ്റാണ്. ആ ഫോക്കസ് ഒന്നാണെങ്കിലും അവിടുത്തെ റിക്വയർമെൻ്റ് അനുസരിച്ച് ആ സഭയുടെ അല്ലെങ്കിൽ കൂടി വന്നിരിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആവശ്യം എന്താണ്, അതനുസരിച്ച് ഒത്തിരി കസ്റ്റമൈസേഷൻ പരിശുദ്ധാത്മാവ് നടത്തുന്നത് ഞാൻ കണ്ടു. ഏതായാലും ഐ എം റിയലി ഹാപ്പി. ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. ബ്ലെസ്സിങ് ടുഡേയിലെ വിശാല കുടുംബം, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കുടുംബാംഗങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടും നിങ്ങൾ അയച്ചതുകൊണ്ടുമാണ് ഞങ്ങൾ പോയതും ദൈവകൃപയിൽ തിരിച്ചു വന്നത്.
അപ്പം ഇതിനെ മിഷൻ ട്രിപ്പ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ തന്നെ നമ്മുടെ എക്സ്പെൻസ് എടുത്ത് നമ്മൾ തന്നെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്താൽ വരുന്നത്. മിക്കവാറും നമ്മുടെ എല്ലാ ട്രിപ്പുകളിലും അങ്ങനെയാണ്. സോ അതിലൊക്കെ സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കയറാം. അപ്പം ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം, ഇപ്പോൾ സൺഡേ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചു വീഡിയോകളൊക്കെ അയച്ചിരുന്നു. അതിൽ ഓഫർ ചെയ്തൊരു കാര്യമാണ്, ഇവിടെ ഈ രാജ്യങ്ങളിലെല്ലാം പോയി ഞാനിത് പ്രസംഗിച്ചു. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഈ ആഹാരം വിളമ്പണ്ടേ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നാൽ മോർണിംഗ് ഗ്ലോറിയിലോ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ എന്ന ദൂതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എല്ലാവരും ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഒരല്പം വെള്ളം എടുത്ത് വയ്ക്കുക. നമുക്കൊരുമിച്ച് മുന്നിലേക്ക് പോകാം. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട് വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ്. അല്ലെ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാണെങ്കിൽ ഒരാമൻ പറ. ശരിയല്ല, ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്നാണ് എൻ്റെ ഉത്തരം. അസാധ്യമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത ക്രിസ്തീയ ജീവിതം പോലും അസാധ്യമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പലരും ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് ക്രിസ്തുവില്ലാതെയും പരിശുദ്ധാത്മാവില്ലാതെയും ആണെന്നുള്ള യാഥാർത്ഥ്യം അറിയാമോ? എന്തൊക്കെയോ കേട്ട വിശ്വാസ സംഹിതകൾ ഉപയോഗിച്ചൊരു വിശ്വാസത്തിൽ ഒരു പ്രത്യേക ഒരു റിലീജിയോസിറ്റിയിൽ അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെയല്ല ആത്മീയ ജീവിതം. പരിശുദ്ധാത്മാവില്ലാതെ യേശുവിനെ ക്രിസ്തു എന്നേറ്റ് പറയാം, യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയാൻ പോലും ആർക്കും സാധ്യമല്ല. വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ഈവൻ ഫോർ ദ ഇനീഷ്യൽ കൺഫെഷൻ. ആദ്യമായിട്ട് നമ്മൾ യേശുവിനെ സ്വീകരിക്കില്ല, റോമാലേഖനം 10:9 അനുസരിച്ച്. അതിൽ പോലും നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. നമുക്കൊന്ന് കൈകൾ നെഞ്ചിൽ വെച്ച് നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ. ഞങ്ങൾ ഇതുവരെ നടത്തിയതിനായി നന്ദി. ഇന്ന് വരെ ഞങ്ങളുടെ ലൈഫിൽ അറിഞ്ഞിട്ടില്ലാത്ത ദൈവിക വെളിപ്പാടുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരെയും, ലൈവിൽ കേൾക്കുന്നവർ, റീപ്ലേയിൽ കേൾക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം. അതൊന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ 1000 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തിടുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക. ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ കടന്നാക്രമണം. പറഞ്ഞു വരുന്നത്, എന്തിനും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. എന്ന് വെച്ചാൽ യേശുവിനെ കർത്താവെന്ന് നാവെടുത്തൊന്ന് പറയാൻ പോലും, അതിൻ്റെ അർത്ഥം യേശുവിനെ കർത്താവ്, യേശു കർത്താവ്, യേശു കർത്താവ്, യേശു കർത്താവ് എന്ന് ചുമ്മിങ്ങനെ പറയുന്നതിനെ കുറിച്ചല്ല. വീണ്ടും ജനിക്കത്തക്ക രീതിയിൽ ആത്മാവിലൂടെ, അല്ലെ, ആത്മാവിനാലും വെള്ളത്താലുമാണ് വീണ്ടും ജനിക്കുന്നത്. വെള്ളം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവവചനമാണ്. വചനവും ആത്മാവും ഇണചേരുമ്പോൾ അവിടെയാണ് ഒരു ജനനം നടക്കുന്നത്. ആ രീതിയിലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ ആർക്ക് വേണേലും യേശു കർത്താവ്, യേശു കർത്താവ് എന്ന് വാഗൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ചല്ല. ആത്മജനനത്തിലേക്ക് നടത്തുന്ന ഏറ്റുപറച്ചിലിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ആമേൻ. ഇനി അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവില്ലാതെ അസാധ്യമാണ്. അതിൻ്റെ മറുവശം പറയാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ക്രിസ്തീയ ജീവിതമേ അല്ല. It is never considered as a spiritual life or a Christian life before God according to the scriptures. Okay. ചാൾസ് സ്പർജൻ പറഞ്ഞൊരു കോട്ട് ഞാൻ വായിക്കാം. Without the Spirit of God, we can do nothing. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. We are like ships without wind, chariots without horses, like branches without sap. പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാറ്റില്ലാത്ത കപ്പലുകളെ പോലെ. പണ്ട് കാലത്ത് വിൻഡ് എനർജിയിലാണ് കപ്പലുകൾ ഓടിയിരുന്നത്, പായ്ക്കപ്പലുകൾ. അപ്പോൾ വിൻഡില്ലെങ്കിൽ കപ്പലിന് ഓട്ടമില്ലല്ലോ, ഹാർബറിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കിടന്നോളും. ചാരിയറ്റ്സ് വിത്തൗട്ട് ഹോഴ്സസ്. അന്നത്തെ കാലത്ത് രഥങ്ങളുണ്ടായിരുന്നു, പക്ഷേ രഥങ്ങളെ കെട്ടിവലിക്കുന്നത് കുതിരകളാണ്. ഒരാൾക്ക് സ്വർണം കൊണ്ടുണ്ടാക്കിയ രഥം ഉണ്ടെങ്കിലും കുതിരകളില്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഇത് മുന്നോട്ട് പോവില്ലല്ലോ. അതുപോലെ ബ്രാഞ്ചസ് വിത്തൗട്ട് സാപ്പ്, ഈ
മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ, ആ കൊമ്പിൻ്റെ അകത്തതിൻ്റെ സാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ അകത്തൂടെ ഒരു പ്രത്യേക ചാറ് പോകുന്നുണ്ട്. അതിലാണല്ലോ എൻ്റെ ലൈഫും എല്ലാം സപ്ലൈ ഇരിക്കുന്നത്. ആ സപ്ലൈയുടെ ആ ഒരു ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ ആ കൊമ്പുണങ്ങിപ്പോവും. ഇതുപോലെയുള്ളൂ പരിശുദ്ധാത്മാവില്ലാത്ത ക്രിസ്തീയ ജീവിതം. A.W. ടോസർ എന്ന വലിയൊരു എഴുത്തുകാരനും ചിന്തകനും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇഫ് ദ ഹോളി സ്പിരിറ്റ് വാസ് വിത്ഡ്രോൺ ഫ്രം ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, ദാറ്റ് മീൻസ് ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്, 95% ഓഫ് വാട്ട് ദേ ഡിഡ് വുഡ് സ്റ്റോപ്പ്. ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് അങ്ങ് പിൻവാങ്ങിയിരുന്നെങ്കിൽ സഭയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന 95% കാര്യങ്ങൾ നിന്നു പോകുമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ അത്രത്തോളം ആശ്രയിച്ചാണ് അവർ അന്നത്തെ ഓരോ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തുടരുകയാണ്, ഇഫ് ദ ഹോളി സ്പിരിറ്റ് വാസ് വിത്ഡ്രോൺ ഫ്രം ടുഡേസ് ചർച്ച്, 95% ഓഫ് വാട്ട് വി ഡു വുഡ് ഗോ ഓൺ ആൻഡ് നോ വൺ വുഡ് നോ ദ ഡിഫറൻസ്. എന്നാൽ ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് സഭയിൽ നിന്നങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 95% കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും, ആരും അറിയുമില്ല. അതിന് കാരണം മിക്കവാറും സഭകളിൽ നമുക്കൊരു കീഴ്വഴക്കമുണ്ട്. ഉദാഹരണത്തിന് ഞായറാഴ്ച സഭാരാധന ആരംഭിച്ച് തുടങ്ങാൻ നമുക്കറിയാം അല്ലേ. അതിനുവേണ്ടി നമ്മളൊരു ഒരു സർവീസ് ഓർഡർ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് പ്രയർ ഇന്നയാളായിരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, 2 പാട്ട് പാടുന്ന ഇന്നയാളാണ്, സങ്കീർത്തനം ഇന്നയാളാണ്, പ്രബോധനം ഇന്നയാളാണ്, സാക്ഷ്യം പറയുന്ന ആളുകൾ കാണും, വചനം പറയാൻ നിയോഗിക്കപ്പെട്ട ദൈവദാസൻ കാണും, ഏറ്റവും അവസാനം ഒരു ആശീർവാദം. കൃത്യമായിട്ട് നമുക്കറിയാം. അതിനിടയിൽ പരിശുദ്ധാത്മാവ് വന്നോ പോയോ, മോസ്റ്റ് ഓഫ് ദ ബിലീവേഴ്സ് ഓർ മോസ്റ്റ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ആർ നോട്ട് ബോതേർഡ്. അങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആർക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും അടുക്കും ചുറ്റോട് നന്നായിട്ട് ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര ആരാധനയായിരുന്നു എന്ന് നമ്മൾ കമൻറ്റും പറയും. അപ്പോൾ ഇത് എത്ര വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഇന്ന് ക്രിസ്തീയ സഭകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു സഭയെയോ സഭാവിഭാഗത്തെയോ കുറ്റം പറയുകയല്ല, ജനറലി സംഭവിക്കുന്ന കാര്യമാണ്. അത് ബ്ലെസ്സിംഗ് ടുഡേയിൽ സംഭവിക്കാം, ഏത് സഭയിലും സംഭവിക്കാം. ആരുടെയും നേരെ ഞാൻ വിരൽ ചൂണ്ടുകയല്ല. A.W. ടോസർ അത് പൊതുവായി പറഞ്ഞതേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചൈനയിൽ നിന്നും നമ്മുടെ ഹൗസ് ചർച്ച് മൂവ്മെൻറ്റിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷകൻ US അമേരിക്കയിലെത്തി. അവിടെയുള്ള സഭകളുടെ രീതികളും കാര്യങ്ങളൊക്കെ പഠിച്ചു. അദ്ദേഹത്തെ പോകുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഐ എം അമേസ്ഡ് at how much the church in America can accomplish without the Holy Spirit. പരിശുദ്ധാത്മാവില്ലാതെ അമേരിക്കയിലെ സഭകൾക്ക് എത്ര ഭയങ്കര കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്ന് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അർത്ഥം മനസ്സിലായ ആർക്കെങ്കിലും? അത് അമേരിക്കക്കാരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭാരതത്തിലായാലും ഏത് രാജ്യത്തിലായാലും ഇത് സംഭവിക്കാം. പ്രത്യേകിച്ച് വലിയ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ, ക്രിസ്തീയ സഭകൾക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മളൊരു ക്രിസ്തീയ സഭ റൺ ചെയ്യുന്നൊരു പാറ്റേൺ വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഒരു കീഴ്വഴക്കം, ഒരു പാരമ്പര്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആകപ്പാടെ ഉള്ളത് അതങ്ങ് നടത്തിക്കൊണ്ട് പോയാൽ മതി. കർത്താവിൻ്റെ 2ാം വരവ് വരെ ഈ ചാക്രികമായി, അതായത് ഞായറാഴ്ച പ്രാർത്ഥന, ബുധനാഴ്ച ഒരു മിഡ് വീക്ക് സർവീസോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ പ്രെയറോ, ലേഡീസ് മീറ്റിങ്ങോ, സൺഡേ സ്കൂളോ, യുവജന സമാജമോ, ഇതൊക്കെ ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. അത് എത്ര വലിയ അപകടം പിടിച്ച സംഭവമാണെന്ന്. എന്നാൽ ചൈനയിൽ ആ കാലത്ത് അങ്ങനെയല്ല. ചൈനയിൽ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല, ഇന്നും കാര്യമായില്ല. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ചർച്ചസ്, ഭൂഗർഭ സഭകളെന്നാണ് അതിനറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഭൂമിയുടെ അടിയിൽ പോയി എന്നുള്ള അർത്ഥത്തിലല്ല, രഹസ്യ സഭകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അനേക സ്ഥലങ്ങളിൽ രഹസ്യ സഭകൾ നടത്തുന്ന ചൈനീസ് ചർച്ചുകൾ ഭയങ്കരമായി വളർന്നുകൊണ്ടിരിക്കും. അവർക്ക് അടുത്തൊരു മീറ്റിംഗ് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആരാധന കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ കർത്താവിൽ ആശ്രയിച്ചേ പറ്റും.
അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ചൈനയിലെ ഒരു വെസ്റ്റിൽ നിന്നുള്ള ഒരാൾ, പാശ്ചാത്യ രാജ്യത്തു നിന്നുള്ള ഒരു ശുശ്രൂഷകൻ രഹസ്യമായി ചൈനയിൽ പോയി കുറേ ലീഡേഴ്സിന് ഒരു മുറിയിലിരുന്ന് ക്ലാസ് എടുക്കുകയാണ്. അതും രഹസ്യമായിട്ടാണ്. കുറേ ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്, അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാരി പെൺപിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങി 7 മണിക്കൊക്കെ ക്ലാസ് ആരംഭിക്കുന്നു. രാത്രി ലേറ്റ് നൈറ്റ് വരെ ക്ലാസ് പോവുകയാണ്. കാരണം ഇവർ വിടില്ല. ഇങ്ങനൊരു ശുശ്രൂഷനെ കിട്ടിയാൽ വേണ്ടത്ര ടീച്ചിങ്സ് സ്വീകരിക്കാൻ, കാരണം അവർക്ക് വേറെ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് ആ ടീച്ചിങ്സ് എടുത്താൽ അവർക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ ഇരിപ്പങ്ങ് ഇരിക്കും അനേക മണിക്കൂറുകൾ. എന്നാൽ വെസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി ചിലപ്പോൾ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആയിരിക്കും മെസ്സേജ്. അത് കഴിഞ്ഞാൽ അവർ തീർന്നു, പിന്നെ റെസ്റ്റ് ചെയ്യണം. ഇദ്ദേഹം നിന്ന് പഠിപ്പിച്ചു. പക്ഷെ ഇവരുടെ ഇതിങ്ങനെ വലിച്ചെടുക്കുകയാണ് ഇവർ. അതുകൊണ്ട് അദ്ദേഹം നിന്ന് രസിച്ചങ്ങ് പഠിപ്പിച്ചു. അതിനുശേഷം അതിനിടയിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളിൽ എത്ര പേരെയൊക്കെയാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്ന മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ സഭയിൽ, രഹസ്യ സഭയിൽ എത്ര ആളുകളാണ് ഉള്ളത്? അപ്പോൾ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഒരു യുവതി പറഞ്ഞു 2 മില്യൺ, 20 ലക്ഷം പേരേ ഉള്ളൂ. 20 ലക്ഷം പേരുടെ ലീഡറാണ് അവിടെ ഇരിക്കുന്നത്. ഈ ലീഡറെയാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അവളുടെ നെറ്റ്വർക്കിൽ, ഹൗസ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റില്ല, പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടുകയാണ്. പക്ഷെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പലർക്കും ബൈബിളില്ല. ഈ പഠിപ്പിച്ച് അവരെ ഇത് മെമ്മറൈസ് ചെയ്യിപ്പിക്കണം. ഒരു പെൺകുട്ടിയുടെ കീഴിൽ ചൈനീസ് സഭയിലുള്ളത് 20 ലക്ഷം പേരാണ്. ഇത്രയും ദൈവാത്മാവിൽ ആശ്രയിച്ച് പോകുന്നതാണ് ചൈനയിലെ രഹസ്യസഭകളെങ്കിൽ സ്വാതന്ത്ര്യമുള്ള നാടുകളിൽ ഇതിനൊന്നും ആവശ്യമില്ല. വരിക, കൊട്ടിപ്പാടുക, പ്രസംഗിക്കുക, ഷെയ്ക്കാൻ കൊടുക്കുക, പോവുക. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, എത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ നമ്മെ തന്നെ ഉപദേശിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇനിയാണ് ഞാൻ കാര്യത്തിലോട്ടൊക്കെ കയറാൻ പോവുക. അടുത്ത ചില ദിവസങ്ങളോ ആഴ്ചകളോ ഞാൻ ഈ സബ്ജക്റ്റ് സംസാരിക്കാം. എനിക്കൊരു വാക്ക് തരണം, ഒരെണ്ണം പോലും മുടങ്ങരുത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഭയങ്കരമായ മാറ്റം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ, പക്ഷേ ബ്ലെസ്സിങ് സെൻറ്ററുകൾ മാത്രമല്ല, ഏത് സഭയിലും ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും സഭകളിൽ, ഡിനോമിനേഷനുകളിലൊക്കെ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു സന്ദേശമാണിത്. ഞാൻ ജനറേറ്റ് ചെയ്തൊരു മെസ്സേജ് അല്ല, പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ എന്നെ ഏൽപ്പിച്ചൊരു മെസ്സേജാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. God created man as a spirit man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മമനുഷ്യനായിട്ടാണെന്നറിയാമോ? ഞാനിത് പല പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 1-26 വചനത്തിൽ ദൈവത്തിനകത്തുള്ള 3 വ്യക്തികൾ ഒരുമിച്ച് പറയുക, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം. 2-ാം അധ്യായം 7 വരുമ്പോൾ 2-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിൽ ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആണും പെണ്ണുമായി സൃഷ്ടിക്കുന്നു, ആത്മസ്വരൂപികളായി സൃഷ്ടിക്കുന്നു. അതിനുശേഷം ആദം എന്ന ഒരു ക്ലേ മോഡലിനുള്ളിലേക്ക് ജീവശ്വാസം ഊതി 2-7 അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവും ജീവനും അവൻ്റെ അകത്ത് പ്രവേശിച്ചു. അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മമനുഷ്യനെ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ, പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്താക്കി. എന്നിട്ട് അവൻ ജീവനുള്ള ദേഹിയായി, ലിവിങ് സോളായി മാറി. അപ്പോൾ സ്പിരിറ്റ്, സോൾ, ബോഡി 3 പാർട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ ഒറിജിനലി മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ആത്മമനുഷ്യനായിട്ടാണ്. അതിന് കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവം ആത്മാവാകുന്നു, നമുക്ക് വ്യക്തമായിട്ടറിയാം. യോഹന്നാന്റെ സുവിശേഷം 4:24 നമ്മൾ കാണുന്നത് ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിൻ്റെ സാദൃശ്യത്തിൽ, അതാണ് ആത്മസ്വരൂപം, ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ ആത്മാവായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ശരീരമെന്ന കൂട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്നു. ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ആത്മസ്വരൂപികളായി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നാം ഇനി എല്ലായ്പ്പോഴും ഈ ആത്മാവിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മൾ ആത്മസ്വരൂപികളാണ്. എന്നാൽ പാപം കൊണ്ടാണ്
ഇത് ജഡം കൊണ്ട് ഇതെല്ലാം മൂടിപ്പോയത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വളരെ 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 ആവശ്യമാണ്. അതിനു വേണ്ടി അതിൻ്റെ അവെയർനെസ് ക്രിയേഷനാണ് ആക്ച്വലി ഈ മെസ്സേജ് സീരീസിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്, വിവക്ഷിക്കുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു ഡെസ്റ്റിനി ചേഞ്ചർ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിനെ, ശുശ്രൂഷയെ, പ്രാർത്ഥനാ ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു വലിയ സംഭവമായി മാറാൻ പോവുക. ഞാൻ ഇങ്ങനെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40 വർഷത്തിന് മുമ്പ്, ഞാൻ എൻ്റെ കൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ജീവിതത്തെ മൊത്തം ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൊണ്ടുവന്നു. എത്രയോ വാക്കുകൾ നമ്മൾ പറയുന്നു, എല്ലാ ദിവസവും ആയിരക്കണക്കിന് വാക്കുകൾ നമ്മൾ സംസാരിക്കും. പക്ഷേ ചില വാക്കുകൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മാറി. എന്തായിരുന്നു അത്? ജീസസ് ഈസ് മൈ സേവിയർ ആൻഡ് ലോർഡ്. യേശു കർത്താവിൻ്റെ രക്ഷകനും കർത്താവുമാകുന്നുവെന്ന് 16 വയസ്സിൽ ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. അവിടെ മുതൽ എൻ്റെ ലൈഫ് മാറിപ്പോയി. അങ്ങനെയെങ്കിൽ അത് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്ര പേർക്ക് ഒരുപക്ഷെ നിങ്ങൾ ജീവിതം മുഴുവനായും യേശുവിന് വേണ്ടി സമർപ്പിച്ച് കാണില്ല. ഇത് പതിവായി കേൾക്കുന്നവരും ചില സമയത്ത് ആ കമ്മിറ്റ്മെൻറ്റിലേക്ക് 100% കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നു കാണില്ല. ഞാൻ ഒരു അവസരം തരാം. ദയവായി ഇങ്ങനെ നെഞ്ചിൽ കൈവയ്ക്കുക, എന്നോട് ചേർന്ന് പറയുക, യേശു എൻ്റെ രക്ഷകനും കർത്താവുമാകുന്നു. യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന സൗജന്യമായ രക്ഷ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. എന്നെ രക്ഷിച്ചതിനായി നന്ദി. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് മരണം വരെയും എന്നെ വഴി നടത്തണമേ. ആമേൻ. കൈനീട്ടി പിടിക്കാമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിക്കകത്ത് ചില ശബ്ദങ്ങൾ, പൊട്ടുന്നത് പോലെ ശബ്ദങ്ങളും അതുപോലെ ചില ഫ്ലൂയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ യേശു സൗഖ്യമാക്കുന്നു. നട്ടെല്ല് സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ, സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. കൈനീട്ടുമ്പോൾ ഏതൊരാവശ്യത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. അതുപോലെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പെയിനുള്ള ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കേൾക്കുക, നാളെ മുതൽ അങ്ങോട്ടുള്ള ഒന്നുപോലും ഒരു ദിവസം പോലും നഷ്ടമാക്കരുത്. ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടണം. ഒത്തിരി ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുക. അനേകർ ഇത് കേൾക്കട്ടെ. തുടങ്ങിയിട്ടേ ഉള്ളൂ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.